നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 റീവാലുവേഷൻ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം പല കുട്ടികൾക്കും ചിലപ്പം നമ്മൾ പ്രതീക്ഷിച്ച ചിലപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫിസിക്സ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് ചിലപ്പം കിട്ടണമെന്നില്ല. അതായത് നമ്മൾ ചിലപ്പോൾ 2-3 വിഷയത്തിൽ ചിലപ്പം കിട്ടണമെന്നില്ല. പക്ഷേ ആദ്യം ഇമ്പ്രൂവ്മെൻ്റ് കാര്യം പറയാം. ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇപ്പം ഒരു വിഷയം മാത്രമേ ഏത് സ്ട്രീമിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കുണ്ട്, പക്ഷേ എയോ A+ ഒക്കെ നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു വിഷയത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. സേ എഴുതുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും സേ എഴുതാം. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്താൽ മതി. ജൂൺ 12 മുതൽ എക്സാം തുടങ്ങുകയാണ്. ഈസി ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഒരു കോഴ്സിനെ ഇത് ബാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. പെട്ടെന്ന് ഇത് നോക്കി നമുക്ക് സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ബയോളജി, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്, കൊമേഴ്സുകാർക്കാണെങ്കിൽ മാത്സ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഈ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള എല്ലാ ക്ലാസ്സുകളും ലഭ്യമാണ്. അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്ലാസ്സുകൾ തരും. ഫുള്ള് PDF നോട്ട്സ് സംഭവങ്ങളെല്ലാം തരും. നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. അതായത് പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏത് +1 +2 ഇമ്പ്രൂവ്മെൻ്റ് എന്ന് കൊടുത്തിട്ട് ഏത് സബ്ജക്റ്റാണെന്ന് കൊടുക്കുക. നിങ്ങൾക്ക് തിരിച്ച് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരും. ഈസി ആയിട്ട് മാർക്ക് മേടിക്കാം. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട് പഠിക്കാൻ. നല്ലതുപോലെ പഠിച്ചാൽ, ഇപ്പം പഠിച്ചാൽ, ഉഴപ്പാതെ പഠിച്ചാൽ നല്ല ഗംഭീര മാർക്ക് കിട്ടി. നിങ്ങൾക്ക് കൂട്ടുകാരോടൊപ്പം ചിലപ്പോൾ എത്താൻ പറ്റിയില്ലെങ്കിൽ സൂപ്പറായിട്ട് എത്താൻ പറ്റും. 2000 രൂപ മാത്രമേ ഉള്ളൂ ഒരു വിഷയത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഫീസ്. അത് നിങ്ങൾക്ക് മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. നല്ല പോലെ പഠിച്ചാൽ ഈസി ആയിട്ടിരുന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങൾക്ക് റീവാലുവേഷനോ സ്കൂട്ടണിയോ ഇല്ല, സൂക്ഷ്മ പരിശോധനയോ ഇല്ല. ഫോട്ടോ കോപ്പി വേണമെങ്കിൽ എടുക്കാം. അന്നേരം ഈ 3 വിഷയങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് റീവാലുവേഷൻ ഇല്ല. ഏതിനൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്തില്ല, റീവാലുവേഷൻ ഇല്ല, സ്കൂട്ടണി ഇല്ല. ഫോട്ടോ കോപ്പി എടുക്കാം. നമുക്ക് ആ പേപ്പർ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല. 1% ചാൻസ് ഒക്കെ ഉള്ളൂ ഫോട്ടോ കോപ്പി എടുത്ത് മാർക്ക് കിട്ടാൻ. അന്നേരം അതിനുള്ള അതുകൂടെ ഓർത്തിരിക്കുക. പിന്നെ ഈ ഫോട്ടോ കോപ്പി എടുക്കേണ്ട ഡേറ്റും 14 മുമ്പ്, ഈ മാസം 14 മുമ്പേ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിട്ട് വേണം ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിൻ്റെ ഉള്ളെല്ലാം സ്കൂളിലെല്ലാം റെഡി ആയിട്ട് എല്ലാം കൊടുത്തിട്ട് വേണം ഇതാക്കാൻ. സേയുടെയും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റേയും എന്ന് മുതലാണോ ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അന്നേരം ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സേ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും സേ എഴുതാൻ പറ്റും. റീവാലുവേഷൻ 3 വിഷയങ്ങൾക്ക് ഇല്ല. ഏതൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അന്നേരം അടുത്ത അപ്ഡേറ്റോട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.